Hi, hello everyone. Welcome back to Harris New Academy YouTube channel and I am Rizwan Ramzan Ahmad. So, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ സീരീസിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് യൂട്യൂബ് മാർക്കറ്റിംഗ് എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പറ്റും. സോ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്, റൈറ്റ്? സോ നമ്മൾ പറഞ്ഞു യൂട്യൂബ് മാർക്കറ്റിംഗ് എന്നുള്ളത് യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിലോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്, റൈറ്റ്? നോ എന്തൊക്കെ ആവശ്യാനുസരണം ആൾക്കാർ യൂട്യൂബിൽ അക്കൗണ്ട് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, റൈറ്റ്? നമുക്ക് യൂട്യൂബിലേക്ക് വരാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റോ നമ്മളൊരു സർവീസ് നമ്മളൊരു ബ്രാൻഡോ ഇതൊന്നും ആവണം നിർബന്ധമില്ല. പല യൂസ് കേസസും പല ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും, റൈറ്റ്? സോ മെയിൻ ആയിട്ട് ആൾക്കാർ യൂട്യൂബിലേക്ക് അക്കൗണ്ട് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രൈമറി റീസൺ, എസ്പെഷ്യലി നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബർ ഒക്കെ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു തോട്ട് ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് അറിവുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ എന്റർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റിൽ ഐ ആം ഗുഡ് എന്നുള്ളത് കാണിക്കേണ്ടിയിട്ടാണ്, റൈറ്റ്? സോ നിങ്ങൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ പ്രൈമറി മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്, റൈറ്റ്? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അക്കൗണ്ട് നിങ്ങൾ പോയി ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, അല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് കിട്ടുന്നുണ്ടാവും, റൈറ്റ്? ഒന്നല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചിരിക്കാനോ കുറച്ച് സമയം ഒന്ന് എന്റർടൈൻമെന്റ് ആയിട്ട് ഒന്ന് ഫൺ ആവാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ടാണ്, റൈറ്റ്? അതായത് ഒരുപാട് ബിസിനസ്സസ് എന്ത് ചെയ്യും, അവരുടെ ബിസിനസിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ട് അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യും. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷികളായിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലി ഉള്ള ക്രിയേറ്റേഴ്സിന് എന്ത് ചെയ്യും, അവരുടെ നീഷിൽ തന്നെ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും മറ്റൊക്കെയായിട്ട് ഉപയോഗിക്കും. ഇതൊന്നും അല്ലാണ്ട് ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സസ് തന്നെ മറ്റുള്ള ക്രിയേറ്റേഴ്സിന് അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും, അവരായിട്ട് കൊളാബ് ചെയ്തിട്ടും മറ്റൊക്കെയായിട്ടും ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യും. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നേരത്തെ ഓൾറെഡി പറഞ്ഞു, ലീഷർ ആവാം. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അൺവൈൻഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാനായിട്ട് നിങ്ങളുടെ ലീഷർ ടൈമിന് വേണ്ടിയിട്ടായിട്ടും എന്ത് ചെയ്യും, യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ലൈഫ് എങ്ങനെയാണോ ലിവ് ചെയ്യുന്നത് ഞാൻ അത് ഷോ ഇറ്റ് അറൗണ്ട്, റൈറ്റ്? സോ അനദർ റീസൺ വൈ പീപ്പിൾ യൂസ് യൂട്യൂബ് ഇസ് ടു മേക്ക് മണി. അതായത് യൂട്യൂബ് ഡസ് പേ എ ഗുഡ് എമൗണ്ട്, ലൈക്ക് എ വെരി ഗുഡ് എമൗണ്ട് ടു ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ടു പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ട് ടു ദ യൂട്യൂബ്, റൈറ്റ്? അതായത് എല്ലാ പ്ലാറ്റ്ഫോമും അതിൽ ആൾക്കാർ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, റൈറ്റ്? സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അതിലേക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും, യൂട്യൂബ് വിൽ റിവാർഡ് യു, യൂട്യൂബ് വിൽ ഗിവ് യു മണി. സോ എങ്ങനെയാണ് യൂട്യൂബ് മണി പേ ചെയ്യുന്നത്? ആഡ്സെൻസിലൂടെയാണ്. അതായത് യൂട്യൂബിൽ ആഡ്സ് എത്രത്തോളം ആൾക്കാർ കാണുമോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാനായിട്ട് അവിടെ പറ്റും, റൈറ്റ്? സോ അനദർ റീസൺ ഇസ് ഫോർ എഡ്യൂക്കേഷൻ. അതായത് നിങ്ങൾ യൂട്യൂബിൽ എന്ത് ചെയ്യും, പഠിക്കാനായിട്ട് യൂട്യൂബിലേക്ക് പോകും, അല്ലേ? എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഐ എം വെരി ഷുവർ നിങ്ങൾ പഠിക്കാനായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, റൈറ്റ്? സോ ഇതല്ലാതെ നിങ്ങൾ ട്യൂട്ടോറിയൽസ് ആയിട്ടും എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാം, റെസിപ്പീസ് ആയിക്കോട്ടെ, ഈവൻ ഒരു ടൈ എങ്ങനെ കെട്ടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് കാണുന്ന വീഡിയോസ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം, റൈറ്റ്? സോ യൂട്യൂബ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓർ ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് എന്ന് തന്നെ വേണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. യൂട്യൂബിൽ കിട്ടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടാവില്ല. എല്ലാത്തിനെ കുറിച്ചും യൂട്യൂബിൽ എന്തുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ടോ. സോ മില്യൺസ് ഓഫ് വീഡിയോസ് ഓൺ എ ഡേ ടു ഡേ ബേസിസിൽ അപ്ലോഡ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ത്, യൂട്യൂബ് എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റു പല ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലേക്ക് വരാം. അത് അഗൈൻ എഡ്യൂക്കേഷനെ കണക്ട് ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം, യൂട്യൂബിലേക്ക് വരാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇന്റർവ്യൂസ് കാണണം, യൂട്യൂബിലേക്ക് വരാം. സോ ഇന്നിപ്പോൾ അഗൈൻ ലാസ്റ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോഡ്കാസ്റ്റ് എന്നുള്ള ഒരു ഫോമാറ്റ് കൂടെ സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇന്റഗ്രേറ്റ് ആയിട്ട് പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടും ഒരു സെപ്പറേറ്റ് ഒരു ആക്സസ് വരുന്ന രീതിയിലായിട്ട് യൂട്യൂബ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്ലാറ്റ്ഫോം മാറ്റിയിട്ടുണ്ട്. സോ ഇത്രയും ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് ഉപയോഗിക്കുന്നത്. ഇനി ഇതല്ലാത്ത ആവശ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ put it in the comment box, right? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങളുടെ അറിവ് പകരാം, നമുക്ക് കൂടുതൽ ആൾക്കാരെ വളരാനും ഗ്രോ ചെയ്യാനും ഒരു ബിസിനസ് ആയിക്കോട്ടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിക്കോട്ടെ ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ നൗ. ആൻഡ് ഇഫ് യു ഹാവ് വാച്ച്ഡ് സോ ഫാർ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് turn on your bell notification. Until we see you next time, take care and stay blessed and happy growing. Zero Preachers.